ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ ദൈവജന വചനം എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിനിട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എബ്രായ വിശ്വാസികൾ അവർ ഇന്നലകളിൽ വന്ന മാർഗങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അപ്പോൾ തന്നെ അക്കാലഘട്ടത്തിൽ നേരിട്ട പീഡനങ്ങൾ അവരെ മന്ദീഭാവത്തിലേക്കും ദൈവവിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന മേഖലയിൽ ഈ ലേഖകൻ അവരെ ക്രിസ്തുവിശ്വാസത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചും യേശുവാണ് യഹൂദ മതത്തിൻ്റെ പാരമ്പര്യത്തെക്കാൾ ശ്രേഷ്ഠത ഉള്ളതെന്നും യേശുവിലാണ് നമ്മുടെ വിശ്വാസം ഉറയ്ക്കപ്പെടേണ്ടതെന്നും ഒക്കെ അവരെ പ്രബോധിപ്പിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇവിടെ 12-ാം അധ്യായത്തിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. മുന്നറിയിപ്പ് എന്താണ് മുന്നറിയിപ്പ് എന്നുള്ളത്? ഒന്ന്, അവകാശത്തെ അലക്ഷ്യമാക്കുന്നവർ പിന്നീട് കരഞ്ഞാൽ പോലും അതവർക്ക് മടക്കി കിട്ടുന്നില്ല എന്നുള്ളത് ഏശാവിലൂടെ ഈ ലേഖകൻ പ്രതിപാദിക്കുക. പൗലോസാണ് ലേഖനം എഴുതിയതെന്ന് ഭൂരിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവിടെ ഈ ലേഖകൻ പറയുകയാണ്, നമ്മുടെ അവകാശങ്ങളെ ഒരിക്കലും അലക്ഷ്യമാക്കരുത്. അലക്ഷ്യമാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കുറച്ചു കാണരുത്. അവകാശത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ദൈവം അവന് കൊടുക്കുന്ന ചില അവകാശങ്ങളുണ്ട്, ചില അധികാരങ്ങളുണ്ട്, ചില പദവികളുണ്ട്. അത് നാം എപ്പോഴും ആ പദവി എന്താണ് എൻ്റേത്, ആ അവകാശം എന്താണ് എൻ്റേത്, പ്രൈസ് ദി ലോർഡ്, ആ അധികാരം എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരും, പ്രൈസ് ദി ലോർഡ്, അത് നമ്മൾ ഉപയോഗിക്കേണ്ടവരുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിശുഗണങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അധികാരമുള്ളവനായിട്ടാണ് വന്നത്. ഭൂതത്തിന്മേൽ അധികാരം, രോഗത്തിന്മേൽ അധികാരം, ഈ ലോക ശക്തികളുടെ മേൽ അധികാരം, ഞാൻ അധികാരസ്ഥന്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, ആ അധികാരം നിങ്ങളിലേക്ക് ഞാൻ കൈമാറിയിട്ടാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. അപ്പം നാം അനുഗ്രഹിക്കപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പദവിയുണ്ട്. എന്താണ് പദവി? നാം ദൈവ മക്കൾ എന്ന പദവി. ഈ ലോകത്തിൽ നമ്മൾ സ്ഥാനാപതികൾ എന്ന പദവി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു കാര്യം ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ ദൈവമക്കളിലൂടെ, ദൈവസഭയിലൂടെയാണ് ദൈവം അത് ആഗ്രഹിക്കുന്നത്. ആ പദവിയിലാണ് നാം നിൽക്കുന്നത്. പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ അവകാശത്തെക്കുറിച്ച്, നമ്മുടെ അധികാരത്തെക്കുറിച്ച്, നമ്മുടെ പദവിയെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഞാൻ 1-2 വാക്കിലൂടെ മാത്രം പറഞ്ഞ് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. നോക്കണം, യേശാവിനെ കുറിച്ച് ഇവിടെ പൗലോസ് പറഞ്ഞ പദം ഒന്ന്, സ്തോത്രം, നീ ജ്യേഷ്ഠനാകുന്നത് കൊണ്ട് ജ്യേഷ്ഠനൊരവകാശമുണ്ട്, ജ്യേഷ്ഠാവകാശം എന്നൊരവകാശം. അതിനെക്കുറിച്ച് അവൻ ബോധവാനല്ല, അവൻ അതിനെക്കുറിച്ച് അറിവുള്ളവൻ. ജ്യേഷ്ഠാവകാശത്തിന് ഏതാണ്ട് 6 അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അവൻ മറ്റു മക്കളേക്കാൾ ഇരട്ടി അനുഗ്രഹം ലഭിക്കേണ്ടവനാണ്. ആവർത്തന പുസ്തകം 21:12.
മൂത്ത പുത്രന് മറ്റു പുത്രന്മാരെക്കാൾ ഇരട്ടി അനുഗ്രഹമാണ്. 2, അപ്പനെ പ്രതിനിധീകരിക്കേണ്ടത് മൂത്തപുത്രൻ. 3, ഗോത്രപിതാവാണ്. സ്തോത്രം. മൂത്ത പുത്രനാണ് ഗോത്രപിതാവ്. 4, കുടുംബത്തിൻ്റെ പുരോഹിതനായിരിക്കും. പിതാവ് രാജാവാണെങ്കിൽ അടുത്ത രാജാവ് അവനായിരിക്കും, രാജത്വം. മൂത്തപുത്രൻ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനായിരിക്കും. പ്രൈസ് ലോർഡ്. അപ്പോൾ ഏതാണ്ട് 6 അനുഗ്രഹം ജ്യേഷ്ഠാവകാശത്തിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഈ അനുഗ്രഹത്തെക്കുറിച്ച് അവൻ അറിവുള്ളവനല്ല, അല്ലെങ്കിൽ അവൻ അലക്ഷ്യമാക്കിക്കളയും. അപ്പോൾ ദൈവമക്കളെ, ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് വരുമ്പോൾ, ദൈവമകനായി തീരുമ്പോൾ അവന് കിട്ടുന്ന പദവി, അവന് കിട്ടുന്ന അവകാശം, അവന് കിട്ടുന്ന പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അധികാരം, ഇവയെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ശക്തികൾ നമ്മിൽ നിന്നത് ചോർത്തിക്കൊണ്ടുപോകാനിടയായിത്തീരും. നമ്മളും ശിംശോന് അവൻ ജനനത്തിൽ തന്നെ അവൻ്റെ മേൽ അഭിഷേകമുണ്ട്. ആ അഭിഷേകമായിരുന്നു അവനെ ഫെലിസ്ത്യർ അവനെ ഉപദ്രവിക്കുവാൻ വന്നപ്പോഴൊക്കെ അവൻ വിടുവിക്കപ്പെട്ടത്. അവനത് അറിയാം. അവൻ നാസീർ വ്രതസ്ഥനാണെന്ന് അവൻ അറിയാം. പക്ഷേ ആ നാസീർ വ്രതം തകർത്ത് കളയുവാൻ ദലീല അവനെ നിർബന്ധിക്കുമ്പോൾ അവനെ തന്നെ വിട്ടുകൊടുക്കുന്നു. എന്ന് വെച്ചാൽ അവൻ്റെ അവകാശത്തെക്കുറിച്ച്, അവൻ്റെ അധികാരത്തെക്കുറിച്ച്, അവൻ്റെ ശക്തിയുടെ ഉറവിടത്തെക്കുറിച്ചൊക്കെ അവൻ അറിയാം, അവൻ്റെ പദവി അവൻ അറിയാം. പക്ഷെങ്കിൽ അവനത് അലക്ഷ്യമാക്കി കളയും. ഇവിടെ ഏശാവ് തനിക്ക് കിട്ടപ്പെട്ട ജന്മാവകാശത്തെക്കുറിച്ച്, അല്ലെ മൂത്ത മകനെന്ന ആ മൂത്ത പുത്രൻ്റെ അവകാശത്തെക്കുറിച്ച് അറിവുള്ളവനായിരിക്കാം. പക്ഷേ അവനതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല. ഒരു ഊണിന് വേണ്ടി അവനത് വിറ്റുകളഞ്ഞു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകം നമ്മൾ എപ്പോഴും നമ്മുടെ അവകാശത്തിൽ നിന്നും, പദവിയിൽ നിന്നും, അധികാരത്തിൽ നിന്നും തള്ളിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ, അതിൽ നമ്മളെ വീഴിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ അവകാശത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതിൽ നമ്മൾ നിലനിൽക്കണം. അതിനെ അലക്ഷ്യമായി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കാണരുത്. അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് എപ്പോഴും നമ്മൾ ബോധവാന്മാരായിരിക്കണമെന്ന ഒരു മുന്നറിയിപ്പാണ് ഏശാവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെ: അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അതിൻ്റെ അർത്ഥം അവൻ അവകാശിയാണ്, പക്ഷേ അവൻ്റെ അവകാശത്തെക്കുറിച്ച് അവൻ അറിവില്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ യജമാനൻ്റെ മകനാണ്, അവനാണ് യജമാനൻ. പക്ഷേ അവൻ്റെ അവകാശത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ദാസനായിരിക്കും അവനെ ഭരിക്കുന്നത്. ഇത് പകൽക്കാലം ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ: നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശം, അധികാരം, പദവി, ഇതിനെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ഒരിക്കലും അത് അലക്ഷ്യമായി കാണരുത്. അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ഏശാവ് അത് അലക്ഷ്യമാക്കി. എന്നാൽ പിന്നീട് അവൻ അതിന് ബോധവാനായപ്പോൾ വീണ്ടും കരഞ്ഞുവെങ്കിലും മടക്കി ലഭിച്ചില്ല എന്നൊരു മുന്നറിയിപ്പും അവിടെ കിടക്കുന്നു. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങ് തന്നിരിക്കുന്ന അവകാശവും അധികാരവും പദവിയും ഒക്കെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അതിൽ നിലനിൽക്കുവാൻ കൃപ ചെയ്യണം. ഈ ലോകം അതിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയുവാൻ, അത് ഞങ്ങളിൽ നിന്ന് എടുത്തു കളയുവാൻ വഞ്ചനയുടെ ആത്മാവ് കൊണ്ട് നടക്കുമ്പോൾ അതിൽ ഞങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ആ പദവിയിൽ തുടരുവാൻ, അവകാശത്തിൽ തുടരുവാൻ, അധികാരത്തിൽ തുടരുവാൻ ഈ വചന കേൾവി കാരണമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക്.
ഞങ്ങൾക്ക് ആജ്യമച്ച കുസ്വേഷം എന്നുള്ള നാമത്തിൽ പ്രാർത്ഥന ദൈവവായസിന് സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.